ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ലോകം. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡാണ്. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് നമ്മൾ സംതിങ് സ്പെഷ്യൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്ന്. സോ ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല, പക്ഷേങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യണത്. ആൻഡ് ഇത് നമ്മുടെ പള്ളിയിലെ യൂത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടൊരു സംഭവമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പല സ്ലോട്ടുകളായിട്ടാണ് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അങ്ങനെയല്ല നമ്മൾ ചെയ്യണേ. പക്ഷേ എനിക്കും അച്ചാച്ചനും പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് കാരളിനും ഏകദേശം അടുത്തടുത്തൊക്കെ ആ സ്ലോട്ട് കിട്ടി. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുത്തേക്കാം, ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടുത്തെ ഇപ്പം നാട്ടിലുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ലൈക്ക് എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാമല്ലോ. പിന്നെ ഈ പ്രോസസ്സ് എത്ര ഈസിയാണ് അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ പോയിട്ടില്ലാത്തവർക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമല്ലോ. ആൻഡ് നല്ല കാര്യമാണല്ലോ. എന്തായാലും എന്താ പ്രശ്നം എന്ന് എനിക്ക് ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് 50 പോയിൻറ്റ് സംതിങ് ആണ്. ഇപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ തെറി വിളിക്കും, ബട്ട് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് 50 പോയിൻറ്റ് സംതിങ് ആണ്. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് അവരെന്തെങ്കിലും പറയുമോ എന്ന്. ബിക്കോസ് മിനിമം റിക്വയർമെൻറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് മിനിമം 50 kg വേണമെന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ പോയി ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ എഴുന്നേറ്റ് കോളേജിൽ തന്നെ നിൽക്കുകയാണ്. എഴുന്നേറ്റപ്പോൾ 8 മണിയായി. അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ ബിഫോർ യുവർ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ 3 liters ഓഫ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ കാര്യം. പിന്നെ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു ഡേ ബിഫോർ. പിന്നെ ടാറ്റു 4 മാസത്തിൽ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 or 3 അത് ഒരു ഇതാണ്. ടാറ്റു റീസെൻ്റ്ലി ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ട്രാവലിൻ്റേതും റീസെൻ്റ്ലി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതും അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പം നാട്ടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി 1 year ആയി. അപ്പം അതവരോട് മെൻഷൻ ചെയ്യണമെന്നായിരിക്കും. ജസ്റ്റ് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഇന്ത്യയിൽ നിന്ന് 1 year എന്തോ ആയുള്ളൂ വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് മലേറിയ പ്രോൺ അങ്ങനത്തെ എന്തോ ഒരു ടെസ്റ്റും കൂടെ ബ്ലഡിൽ നോക്കി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കും അത് ചെയ്യുമായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം 3 hours മുമ്പ് നമ്മൾ 3 glasses ഓഫ് വെള്ളവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതും കഴിക്കാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എനിക്കിനിയും കൊടുക്കാൻ ആക്ച്വലി 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി 1 glass വെള്ളം കുടിച്ചു. ഇനി 2 glass കൂടെ കുടിക്കണം. പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പോവാം. ഞാൻ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പോവാം. അച്ചാച്ചൻ അച്ചാച്ചൻ എന്ത് ചെയ്യുന്നതായിരിക്കും അല്ലേ? അച്ചാച്ചൻ ജോലിക്ക് പോയേക്കും. ചില സാറ്റർഡേയ്സിൽ ഒരു ഷോർട്ട് ഷിഫ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പം ലൈക്ക് 6 to 9 or 6 to 10 അങ്ങനെയൊക്കെ ചില സമയത്ത് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് അങ്ങനെ ഷിഫ്റ്റുള്ളൊരു ദിവസം. അന്നേരം അച്ചാച്ചൻ പോയേക്കോ. സാധാരണ സാറ്റർഡേയ്സിൽ അച്ചാച്ചൻ തിരിച്ചു വരുമ്പോഴേ എഴുന്നേൽക്കാറുള്ളൂ. ഞാൻ ഉറങ്ങുമായിരിക്കില്ല, പക്ഷെ ബെഡിൽ വെറുതെ ഇങ്ങനെ കിടക്കാറുണ്ട്. എന്തായാലും അതല്ലല്ലോ ഇവിടുത്തെ ടോപ്പിക്. അപ്പം ഞാൻ പറഞ്ഞ പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ടൊക്കെ ഇരിക്കാം. ബിക്കോസ് അച്ചാച്ചന് ഓൾറെഡി കമ്പനിയിൽ നിന്ന് ഫുഡൊക്കെ ഇന്നുണ്ട്. സ്പെഷ്യലി വീക്കെൻഡ് ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. വീക്കെൻഡിന് സാധാരണ ആൾക്കാർ ലൈക്ക് ഇങ്ങനത്തെ കമ്പനികളിൽ ആൾക്കാർ പണിക്ക് പോകുന്നത് കുറവാണല്ലോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഷിഫ്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്യണം. അത്രയും പ്രയോറിറ്റി ഉണ്ട് നമുക്ക് ലൈക്ക് വർക്ക് ലൈഫ് ബാലൻസിന്. അന്നേരം അതുകൊണ്ട് സാറ്റർഡേ ഷിഫ്റ്റിന് ചെല്ലുന്നത് വലിയൊരു കാര്യമാണ്. ഈവൻ ദോ സാറ്റർഡേ സൺഡേ ജോലി ചെയ്താൽ സാധാ അവരുടെ റേറ്റിനെക്കാട്ടിലും കൂടുതൽ, അതായത് പെനാലിറ്റി റേറ്റൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടാതെ ലൈക്ക് ഇതൊരു ഫാമിലി ഓൺഡ് ബിസിനസ് അച്ചാച്ചൻ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഫാമിലി ഓൺഡാണ്. പക്ഷേങ്കിൽ ഓസ്ട്രേലിയ വൈഡ് അവരുടെ ബിസിനസ് കൊണ്ട് ഭയങ്കര വലിയ കമ്പനിയാണ്. അപ്പോൾ അവർ അവരുടെ എംപ്ലോയീസിന് ലൈക്ക് സാറ്റർഡേ വർക്ക് ചെയ്യുന്നവർക്കും സൺഡേ ഉള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർക്കൊക്കെ ഇതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ചാച്ചൻ അതൊക്കെ കഴിച്ചിട്ടായിരിക്കും വരണേ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിട്ട് ഞാൻ റെഡി ആവാൻ പോവാം. റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സ്, ചിയ സീഡ്സ് ആൻഡ് കുറച്ച് നട്ട്സിൻ്റെ മിക്സും. ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. സോ കുറച്ച് ഓട്സ് എടുത്തു. ഇതെൻ്റെ കംഫർട്ട് റെസിപ്പിയാണ് കേട്ടോ. ഇത് തന്നെ ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കാവൂ എന്നൊന്നുമില്ല. ഞാൻ ആദ്യം തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിക്കും, പാലൊഴിക്കും,
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 or 2 minutes വല്ലം മൈക്രോവേവ് ചെയ്യും. 1 minute ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 30 seconds 1 minute കൂടെ വെക്കും. ബൈ ദ വേ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി, ഇപ്രാവശ്യം മേടിച്ച് ഒരു ഓട്സിൻ്റെ അകത്ത് ലൈക്ക് ഓൾറെഡി കുറച്ച് നട്ട്സൊക്കെ മിക്സ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാ ഓട്സ് തന്നെയാണ് മേടിക്കാറ്. എന്നിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക ചെയ്യാറ്. ഇന്നത്തെ ഇതിൽ പക്ഷെ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഞാൻ ഇതും കൂടി ഇടും. സോ ഇതിൽ ഞാൻ ചിയ സീഡ്സ് ഇട്ടു, മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സും ഇട്ടു, മിക്സ് ചെയ്തു. ഇനി നമുക്ക് കഴിക്കാം. പ്രശാന്ത് ഏട്ടനും എൽദോ ചേട്ടൻ ചുമ്മാ ഒന്ന് വന്നായിരുന്നു. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് പറഞ്ഞിട്ടില്ലേ, ഇന്നാൾ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ അകത്ത് ഒരു ചേട്ടന്മാർ പള്ളിയിലെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തോ കട്ടറോ ഏതാണ്ട് സാധനം എടുക്കാൻ വന്ന. അപ്പം അവരെൻ്റെ ഓട്സിനെ പുച്ഛിച്ചിട്ട് പോയി. സാരമില്ല, നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ കഴിച്ച് പെട്ടെന്ന് റെഡി ആവട്ടെ, ഇനിയും കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഓക്കെ ബൈ. മൊത്തത്തിൽ അങ്ങോട്ട് ശരിയാവണില്ല. അതേ ഇപ്പം അച്ചാച്ചനും വന്നെന്നാണ് തോന്നണേ. പാട്ടൊക്കെ ഭയങ്കര പാട്ട്. കാതിലൊപ്പന പാട്ടോടെ നിന്നെ ഞാനൻ സ്വന്തമാക്കിടും. എന്റെ അപ്പനമ്മ വിചാരിക്കായിരിക്കും ഈ ചെറുക്കനാണോ ദൈവമേ ഞാൻ ഈ കൊച്ചിനെ കൊട്ടിച്ചിട്ട്. താങ്ക് യു. കഴിച്ചില്ലേ? ഞാൻ അച്ചാച്ചൻ കഴിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ പോയായിരുന്നു. എന്നാ ഓട്സ് കഴിക്കാം. കണ്ണിനുള്ളിൽ നീയാണ്, ഏത് ഫാത്തിമേനാണോ ഓർക്കണം. സോ അച്ഛയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ. സോ ഞങ്ങൾ സ്വാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓട്സ് അച്ചാച്ചൻ കഴിക്കുകയാണ്, അച്ചാച്ചൻ്റെ പൈ ഞാനും ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. ഇതാണ് പൈ. നല്ല പൈയാണല്ലോ, പെപ്പറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ പഫ്സിൻ്റെ ഒരു പ്രതീകം അല്ലേ? സെയിം സാധനമല്ലേ? അച്ഛൻ ഇതിൻ്റെ അകത്ത് എന്തുവാ? ഇത് ഏത് പയ്യാ? മീറ്റ് പയ്യാ. പക്ഷെ ഏത് മീറ്റാ? എന്തുവാ? ബീഫായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ കഴുത്തിന്റെ താഴോട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പൊ എടുത്തു. വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ ഞാൻ കുറച്ചു മുമ്പ് പൊക്കിയായിരുന്നു, ഇനി പൊക്കണ്ട. ഇങ്ങനെ ഉണ്ടടാ പ്രിൻസ് രാജൻ. പല്ല് വെച്ചോണ്ടിരിക്കുന്നവളോ, അവന്റെ ഷാഡോ വേണം. എങ്ങനെ ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാതിരിക്കും? നീ തന്നെ പറ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചോണ്ട് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല. ഇന്ന് ഈ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കൊണ്ട് നിനക്ക് കൊണ്ടുവന്നത്. റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ റിൻസ് ഉണ്ട്. അവൻ എന്തിനാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തളർന്നു വീണ എടുക്കാനാന്നാ പറഞ്ഞത്. അവൻ ഡൊണേറ്റ് ചെയ്യണില്ല. പുള്ളിക്ക് എക്സാമൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ. അപ്പോൾ അവൻ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ചെയ്യണില്ല. ഞങ്ങൾ രണ്ടും പോയിട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി കാരൽമത്തെ അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ചെന്നിട്ട് നോക്കാം. നമ്മളിവിടെ പണ്ട് വന്നിട്ടുണ്ട്. കോവിഡിൻ്റെ ടൈമിൽ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ ഈ ഗ്രൗണ്ടിലായിരുന്നു ടെസ്റ്റിങ്. പോർട്ട് അഡ്ലൈഡ് എന്ന് പറയും. Give blood, life blood. എവിടെ? Kelmatai, how do you feel?
ഇവൻ ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നടന്ന, പക്ഷെ വന്നിട്ട് പിന്നെ ചോദിച്ചിട്ട് അവന് ലാസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ അവനും ചെയ്തു. ബ്ലഡ് അല്ലേ ചെയ്തത്. ചേട്ടായും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഫസ്റ്റ് ടൈം ആട്ടോ കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാക്കി ഫസ്റ്റ് ടൈം വന്ന്. ഇപ്പൊ ക്യാരൾ മുത്തായുടെ കഴിഞ്ഞ് ക്യാരൾ മുത്തായി വരുന്നുണ്ട്. ആടി ആടി വരുന്നുണ്ട്. ക്യാരൾ പ്ലാസ്മയാണ് കൊടുത്തത്. തലങ്ങും വിലങ്ങും കുത്തി. വീഡിയോ കേട്ടോ. രണ്ട് കൈയും ശോഷിച്ചു. കൊള്ളാം. ഇവളുടെ ലെഫ്റ്റ് എടുത്തിട്ട് വെയിൻ അവർക്ക് കാണാൻ പറ്റിയില്ല, അപ്പൊ അവരുടെ റൈറ്റ് എടുത്തു. നീ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? 50.9. 50.9 ഇപ്പൊ എത്ര നോക്കാൻ പറഞ്ഞു? ഇപ്പൊ 50.3 കാണും. 50.5. നമ്മളെല്ലാം സെയിം കാറ്റഗറി. കറക്റ്റ് 500 മില്ലി എടുത്തിട്ടുണ്ടാവും. സോ ഗൈസ്, ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതെല്ലാം പാർക്കിംഗ്. അപ്പം നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 പേര് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്തു. നമ്മൾ 2 ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ചേട്ടായി അവിടെ ചെയ്തോണ്ടേ ഇരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോവും, ചിലപ്പോൾ ചിമ്മുവിനെ മീറ്റ് ചെയ്യാൻ പോവും. ബൈസെപ്സ് ഒക്കെ കണ്ടു കയറാൻ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേര് വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്റെ ഓട്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്ലഡ് കൊടുക്കാൻ പോയായിരുന്നു. എല്ലാരെയും പൊക്കി. നന്നായി, നന്നായി. എല്ലാരും ഇവിടെ സുഖിച്ചു ഉറങ്ങുമായിരുന്നു. കഴിക്കുന്നോ? ഗൈസ്, ഞാനൊരു അപ്പച്ചനെ വായി നോക്കാൻ പോയത് അവൾ എൻ്റെ അടുത്ത് വേണമെങ്കിൽ. അയ്യോ താങ്ക് യു. ഈ ചൂയിങ് പ്ലാസ്മ ഉള്ളവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഹാഫ് തരാം. ഉണ്ടോ? ഹാഫ് തരാം.